നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹത. റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് ആണ്. ആ വാർത്ത നമുക്ക് കാണാം. അതിനുശേഷം എന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ബാലേന്ദ്രകുമാറിന്റെ മരണത്തിന് പിന്നിൽ ഇസ്രായേലാണോ, ഇസ്രായേലി സൈന്യവും മൊസാദാണോ? നമുക്ക് ആ വാർത്തയും പരിശോധിക്കാം. ആദ്യം നമുക്ക് റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സ്മൃതിജിയാണ്. ബാലേന്ദ്രകുമാർ നമ്മളെ വിട്ടുപോയ വ്യക്തിയാണ്. അദ്ദേഹത്തോട് 100 കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ആ മരിച്ചുപോയ, നമ്മളിൽ നിന്ന് പോയ ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ വെച്ച് ചില ആൾക്കാർ ചില കളികൾ നടത്തുന്നുണ്ട്, അതിനെയാണ് വിമർശിക്കുന്നത്. അതുകൊണ്ട് ബാലേന്ദ്രകുമാറിന്റെ ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ. അദ്ദേഹം ഈ ഭൂമിയിൽ പറഞ്ഞ കള്ളങ്ങൾക്ക് അദ്ദേഹത്തിന് ദൈവം ശിക്ഷ നൽകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാലേന്ദ്രകുമാർ പറഞ്ഞ കള്ളങ്ങൾ എന്തൊക്കെയാണെന്ന് കോടതി വിധിയിൽ അക്കമിട്ട് അത്തരം കാര്യങ്ങൾ കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ട്. അത് പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഈ പുതിയ വിഷയം നമുക്കൊന്ന് നോക്കാം. ബാലേന്ദ്രകുമാറിന്റെ മരണം. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിലെ പ്രധാന സാക്ഷി ബാലചന്ദ്രകുമാറിന്റെ മരണത്തിൽ ദുരൂഹത സംശയിക്കുകയാണ് കുടുംബ സുഹൃത്ത് അനന്തു സുരേഷിന്റെ പരാതിയിൽ DGP തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുടുംബമല്ലേ സംശയിക്കുന്നത്? അപ്പം കുടുംബ സുഹൃത്ത് എന്താ പരാതി കൊടുക്കുന്നത്? വീട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്താ വീട്ടുകാർ പരാതി കൊടുക്കാത്തത്? ഇനി ബാലേന്ദ്രകുമാർ മരിച്ചത് എന്താണെന്ന് അറിയാമോ? ബാലേന്ദ്രകുമാർ മരിച്ചത്, ഞാൻ ഡേറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ബാലേന്ദ്രകുമാർ മരിച്ചത് 13 ഡിസംബർ 2024. 13 ഡിസംബർ 2024. അതായത് ബാലേന്ദ്രകുമാർ മരിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം 543 ദിവസമായി. എത്രയായി? 1.5 വർഷത്തിൽ കൂടുതൽ. 543 ദിവസം. 2024 ഡിസംബർ തൊട്ട് 2026 ജൂൺ വരെ ഏകദേശം 543 ദിവസം. എന്തേ ഇതുവരെ ദുരൂഹതയൊന്നും തോന്നാത്തത്? എന്തേ ഇതുവരെ ഒന്നും സംശയം തോന്നാത്തത്? അതായത് കള്ളക്കേസ് ശ്രീ ദിലീപിനെതിരെ എടുത്ത് അതിൽ തേഞ്ഞൊട്ടി കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ശ്രീ ദിലീപിനെതിരുള്ള കേസ്. പാവപ്പെട്ട പൊതുജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് മാധ്യമങ്ങളിൽ പലരും, 99% മാധ്യമങ്ങളും നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷൻ, ഫേക്ക് ന്യൂസ് ഫീഡ് ചെയ്തതാണ്. രാഹുൽ ഈശ്വർ എന്ന് എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് സത്യം പറഞ്ഞത്. മുഖ്യധാരാ മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും എല്ലാം നിങ്ങളോട് മത്സരിച്ച് കള്ളം പറഞ്ഞു. എന്നിട്ട് പക്ഷെ കോടതിയിൽ ആദ്യഘട്ടത്തിൽ, അതായത് പോലീസ് ആദ്യം ആരോപിക്കുന്ന ഘട്ടത്തിൽ കള്ളങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാം, കുറെ ദിവസം ജയിലിലിടാം. അങ്ങനെ 10-85 ദിവസം ശ്രീ ദിലീപ് ജയിലിൽ കിടന്നു. പക്ഷേ ട്രയലിൽ വരുമ്പം കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുമല്ലോ. പിന്നെ ഡ്രാമയോടെ ഡ്രാമ, നാടകങ്ങളോടെ നാടകങ്ങൾ എല്ലാം ഒന്നൊഴിയാതെ ഉളുപ്പില്ലാതെ പൊളിഞ്ഞു വീണു. ഇന്നും പാവപ്പെട്ടവർ, എനിക്ക് ഇതിന്റെ താഴെ കമന്റ് ഇട്ടിരിക്കുന്ന സാധാരണ ജനങ്ങളെ ഓർത്താണ് വിഷമം തോന്നിയത്, സഹതാപം തോന്നിയത്. അവർ പറയുകയാണ് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, ദുരൂഹതകളുണ്ട്. നിങ്ങൾ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ പറ്റിക്കാനുള്ള ഉഡായിപ്പ് നമ്പറാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതായത് വീണ്ടും അതിജീവിതയുടെ കേസ് കോടതിയിൽ വരുന്നുണ്ട്, ഹൈക്കോടതിയുടെ സമക്ഷം വരുന്നുണ്ട്. അത് യാതൊരു കാര്യവുമില്ലാതെ കേസിന്റെ മെറിറ്റിനെ ബാധിക്കാത്തൊരു വിഷയമാണ് മെമ്മറി കാർഡിനെ കുറിച്ചുള്ളത്. പക്ഷെ ആ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള വിഷയം വീണ്ടും ഊതി വീർപ്പിച്ച് ഏതെങ്കിലും രീതിയിൽ ഈ കേസുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. അതിജീവിത ആരോ പറ്റിക്കുകയാണ്. ഇത് നിങ്ങൾ അതിജീവിതയ്ക്ക് എനിക്ക് എന്താ പറയണേ, നേരിട്ട് അയച്ചു കൊടുക്കാൻ കഴിയില്ല, എനിക്ക് ആ വ്യക്തിയെ പരിചയമില്ല. പക്ഷെ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ആ അഭിനേത്രിയെ വെച്ച് ചില ആൾക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്, നാടകം കളിക്കുകയാണ്, ശ്രീ ദിലീപിനോടുള്ള പകയടക്കം തീർക്കുക. അതായത് വീണ്ടും കേസ് വരുമ്പോൾ ഒരു വൈകാരികത ഉണ്ടാക്കാനുള്ള നമ്പറുമാണ്. ബാലചന്ദ്രകുമാറിന്റെ മരണത്തിലും രോഗബാധയിലും സംശയമുണ്ടെന്ന് ഭാര്യ ഷീബയും പറയുന്നു. പരാതി നൽകുന്നതിന് മുൻപ് അനന്തു സുരേഷ് തന്നെ കണ്ടിരുന്നതായും ആവശ്യമെങ്കിൽ പുതിയ പരാതി നൽകുമെന്നും ഷീബ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അതായത് അനന്തു സുരേഷാണ് പരാതി കൊടുത്തത്. എന്റെ കുടുംബത്തിന് പരാതി ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുന്നു. ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ, റിപ്പോർട്ടർ ചാനൽ ആവശ്യമുണ്ടെങ്കില. റിപ്പോർട്ടറിലെ ഇരിക്കുന്ന എല്ലാ എന്റെ സുഹൃത്തുക്കളാണ്. ഡോക്ടർ അരുൺകുമാർ എന്റെ സീനിയറാണ്, എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. സ്മൃതിജി ഒരുപാട് കാലമായിട്ട് അറിയാം. മാധുവിനെ എനിക്ക് വളരെ ഇഷ്ടവും ബഹുമാനവും ഉള്ള ഒരു വ്യക്തിയാണ്. ശ്രീ ആൻഡോ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. റിപ്പോർട്ടർ പരമാവധി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള മറ്റൊരു വിഷയം, അത് വേറെ. പക്ഷേ ശ്രീ ദിലീപേട്ടന്റെ കാര്യത്തിൽ അത് നികേഷ് കുമാർ സാറാണ്. നികേഷ് കുമാർ സാറിന് എനിക്ക് വ്യക്തിപരമായി തന്നെ ഒരുപാട് ഇഷ്ടവും ആദരവും, ഒരുപാട് ശബരിമലയിലെ സത്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ, അതായത് പല കാര്യങ്ങളിലും നേതൃത്വം കൊടുത്ത് അതിനെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നികേഷ് കുമാർ സാർ. പക്ഷേ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും നികേഷ് സാറിന് തെറ്റുപറ്റി, റിപ്പോർട്ടറിന് തെറ്റുപറ്റി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മരണത്തില് ബാലുവിന് വന്ന അസുഖം എല്ലാത്തിലും എനിക്ക് സംശയമുണ്ട്. ശിവരാമകൃഷ്ണൻ ഡോക്ടർ മാത്രമാണ് ഞങ്ങൾക്ക് സംശയം. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് മാഡത്തോട് ബഹുമാനത്തോടെ ആദരവോടെ, 1.5 വർഷമാണെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ വലിയ നഷ്ടവും വേദനയുമാണ്.
മാഡത്തോട് ബഹുമാനിക്കുന്നു. മാഡം എന്താണ് കുടുംബ സുഹൃത്തിനെ കൊണ്ടാണോ കുടുംബ സുഹൃത്താണോ പരാതി കൊടുക്കേണ്ടത്? താങ്കളുടെ ഭർത്താവിന്, താങ്കളുടെ വീട്ടിലെ ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ പകുതിയായ ഒരു വ്യക്തി പോയാൽ താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ താങ്കളല്ലേ പരാതി കൊടുക്കേണ്ടത്? അനന്തു സുരേഷ് എന്ന് പറഞ്ഞ കുടുംബ സുഹൃത്താണോ പരാതി കൊടുക്കേണ്ടത്? നിങ്ങളെ ഉപയോഗിക്കുകയാണ്. അതായത് വീണ്ടും കേസ് കോടതിയിൽ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഡ്രാമ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ. ഞാൻ അവർ പറയുന്ന കമന്റ്സിനെ എടുക്കുന്നില്ല, കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, സ്ത്രീയാണ്, അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് തന്നെ പല കാര്യങ്ങളും ഉണ്ട്. അതിന് എന്നെ പറഞ്ഞ് വിമർശിക്കാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അവരോടുള്ള ബഹുമാനവും. അദ്ദേഹം മരിച്ചുപോയി. ശ്രീ ബാലേന്ദ്രകുമാർ പറഞ്ഞത് എല്ലാം കള്ളങ്ങളായിരുന്നു. എല്ലാം കള്ളങ്ങളെന്ന് പറഞ്ഞാൽ മാഡമാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞു. പാവം കാവ്യയെ കൊടുക്കാൻ നോക്കിയതാ. പിന്നീട് കാവ്യയുടെ അമ്മയാണെന്ന് പറഞ്ഞു. വേങ്ങരയിലെ ഒരു നേതാവിന് 50 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. വളഞ്ഞ വഴി കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ഉദ്ദേശമാണ്. പക്ഷേ ചീറ്റിപ്പോയി. NIA അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഗോൽച്ചൻ പറഞ്ഞു. എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു ശ്രീ ബാലേന്ദ്രകുമാർ. അങ്ങ് മരിച്ചോണ്ട് ആ ബഹുമാനം മരിച്ച ഒരാളെ കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറയുന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ റിപ്പോർട്ടറിനെ കുറിച്ച് പറയാമല്ലോ. റോഷിപാലിനെ കുറിച്ച് എനിക്ക് അറിയാം. റോഷിപാല് എന്താ പറയണേ? പക്ഷെ റോഷിപാൽ എന്താ അറിയോ? റോഷിപാലെ, നിങ്ങള് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം ഉള്ളിടത്തോളം, ഭരണഘടന ഉള്ളിടത്തോളം ഈ നാട്ടിലെ ഒരു നിരപരാധിയെ കൊടുക്കാൻ കോടതി സമ്മതിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നടിയാക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ പൊടുന്നനെ. എന്ത് സാക്ഷി? ദിലീപേട്ടൻ ഒരു സിനിമ ചെയ്യാം. ശ്രീ ദിലീപ് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു. സിനിമ അവർ പിന്നീട് ഉടക്കി ചെയ്തില്ല. അപ്പൊ വേറൊരാൾ പ്രൊഡ്യൂസറെ വിളിച്ച് ജാമ്യം നിൽക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ താൻ ഈ സിനിമ ചെയ്യുമെന്ന് പറയുമെന്ന് ദിലീപേട്ടനെ കൊണ്ട് പറയാൻ ബാലേന്ദ്രകുമാർ ശ്രമിച്ചു. പുള്ളി ചെയ്യില്ല എന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? അതിന്റെ പേര് പേഴ്സണലി പകയായി. ഈ കുടുക്കാൻ 2 വൃക്കകൾക്കും രോഗം ബാധിച്ചത്. അതിൽ ഒരു വൃക്കയിൽ ഇത് 543 ദിവസമായില്ലേ മരിച്ചിട്ട്? ഇപ്പൊ എന്താ ദുരൂഹത വ്യവസായമായിട്ട് വരുന്നത്? ഒന്നുമില്ല, അതിജീവിതയുടെ കേസ് വരുന്നു. അപ്പം ഡ്രാമ ഉണ്ടാക്കാൻ, സ്പൈസ് ഉണ്ടാക്കാൻ കല്ലുണ്ടായിരുന്നു. അത് നീക്കം ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ 2 വൃക്കയും നിശ്ചലമാകുന്ന ഒരു സാഹചര്യം. പിന്നീട് ഡയാലിസിസിലാണ് പുള്ളിയുടെ ജീവിതം നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ബാലേന്ദ്രകുമാർ അവസാന ചികിത്സിച്ച ആശുപത്രി ഈ ശസ്ത്രക്രിയ ഡോക്ടർമാരുടെ പേര് ഇനി പാവപ്പെട്ട ഡോക്ടർമാരെ കൂടെ കൊടുക്കാൻ നോക്കുകയാണ്. ആരെങ്കിലും വേണമല്ലോ, എപ്പോഴെങ്കിലും ഒരു ഇര വേണമല്ലോ. ഇനി ഇപ്പോൾ ഏത് ആശുപത്രിയിലെ ഡോക്ടർ നമുക്ക് മുന്നിലുണ്ടോ? ഒരു ഡയലോഗും കൊണ്ടുണ്ട് അത് കേൾപ്പിക്കാനാ. അത് മാത്രം എടുക്കാം. 2 ഡോക്ടറില്ല ഉണ്ടാക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഏത് ഘട്ടത്തിലാണ് ഈ സംശയത്തിലേക്ക് ഡോക്ടർക്ക് എന്തെങ്കിലും തരത്തിൽ ഈ ആരോപണ വിധേയരുമായുള്ള ബന്ധം സംശയിക്കുന്നത്? ഡോക്ടർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ആരോപണ വിധേയരുമായിട്ടുള്ള സംശയം? ആരാണ് ആരോപണ വിധേയൻ? 8ാം പ്രതി. ഞാൻ പരിഹസിച്ചതല്ല, പക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. പോലീസുകാർ, നമ്മുടെ കേരള പോലീസിലെ ഒരുപാട് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുണ്ട്, അവരെല്ലാം ബഹുമാനമാണ്. കേരള പോലീസ് നാണം കെട്ട്, അതായത് അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ തൂങ്ങിച്ചാവുമായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്നില്ല. നാണവും മാനവും ഇല്ലാതെ ഈ നാടിനോട് കള്ളം പറഞ്ഞതാണ്. ചാരക്കേസ് പോലെ. എന്താ ചാരക്കേസ് എന്നറിയാവോ? ഇപ്പം ഈ പേര് പറയാലോ, മാലിക്കാരിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മറിയ റഷീദ എന്നൊരു സ്ത്രീയെ അവിടുത്തെ ഒരു പോലീസുകാരന് ലൈംഗിക താല്പര്യം തോന്നി. അങ്ങനെ ലൈംഗിക താല്പര്യം തോന്നി അവരെ അപ്രോച്ച് ചെയ്തു. അവര് പറ്റില്ല എന്ന് പറഞ്ഞു. അവരോടുള്ള ദേഷ്യം പിന്നീട് പകയായി വന്നൊരു ചാരക്കേസായി രൂപാന്തരപ്പെടുത്തി. രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, CBIയുടെ അവസാനത്തെ കണ്ടെത്തലാണ്. നമ്മുടെ നാട്ടിലെ പോലീസുകാർ കള്ളക്കഥ എഴുതുകയാണ് എന്ന് മനസ്സിലാക്കണ്ടേ? ഇത് ശ്രീ ദിലീപിനോട് ദേഷ്യമുള്ള ശക്തരായ 2-3 പേർ, പ്രത്യേകിച്ച് 2 സ്ത്രീകൾ, ആ സ്ത്രീകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വളരെ പ്രമുഖരായ സ്ത്രീകളാണ്. അവരടക്കം ഒരു മനുഷ്യനെ കൊടുക്കാൻ നോക്കിയതാണ്. ശ്രീ ദിലീപിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ, നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ സഹോദരനോ നിങ്ങളുടെ മകനോ ആയിരുന്നെങ്കിലോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ 10-85 ദിവസം ജയിലിൽ കിടക്കുകയും ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി കള്ളക്കേസിൽ നിങ്ങളാണ് പെട്ടതെങ്കിലോ? ഇത് 100% കള്ളക്കേസാണ്. ആ കള്ളക്കേസിന് പുതിയ മസാല ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതുകൊണ്ടൊന്നും നിലനിൽക്കില്ല, പക്ഷേ വെറും മസാലയാണ് എന്ന് മനസ്സിലാക്കണം. വീണ്ടും നമ്മുടെ അവരതിജീവിതയാണ്. എന്തുകൊണ്ടാണ്? ആ അതിജീവിത പൾസർ സുനി അടക്കം ആക്രമിച്ചു. അതിജീവിതയ്ക്ക് അതറിയാം, അവരുടെ അടക്കം ശക്തമായ കാര്യങ്ങളുണ്ട്. പക്ഷേ ശ്രീ ദിലീപിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. ഓൾറെഡി ക്രിമിനൽ പശ്ചാത്തലമുള്ള സമാനമായ പല കുറ്റകൃത്യങ്ങളും നടത്തിയിട്ടുള്ള പൾസർ സുനി എന്നൊരു വ്യക്തി നമ്മുടെ എല്ലാം അഭിമാനമായ ആ കലാകാരിയെ ആക്രമിച്ചു. അതിന് ശ്രീ ദിലീപിനെ വലിച്ചടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് കാര്യമാണ്? ശ്രീ ദിലീപിനോട് ദേഷ്യം തീർക്കാൻ ചില ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല. ശ്രീ ദിലീപ് കേസ് ജയിച്ചതിന് ശേഷം ആ 2 പേരുടെ പേര് വെളി വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പറയുന്നത് ശരിയല്ല. ഇനി സ്ത്രീകളുടെ പേര് വീണ്ടും പറഞ്ഞു എന്ന് പറയും, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ
നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളാണിത് എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇത്തരം ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരം ധാരാളം തട്ടിപ്പ് വാർത്തകൾ നിങ്ങൾക്ക് കാണാം. ഈ ഫേക്ക് ന്യൂസിനെ നിങ്ങൾ തടയണം. ഇനി എന്തുകൊണ്ടാണ് ഇസ്രായേലി സൈനികർ ഇതിന്റെ പിന്നിൽ, ബാലേന്ദ്രകുമാറിന്റെ മരണത്തിന് പിന്നിൽ ഇസ്രായേൽ സൈന്യമാണോ എന്ന് ഞാൻ സംശയിക്കുന്നത്. എന്താ, റിപ്പോർട്ടറിന് മാത്രമേ തള്ളാൻ പറ്റുള്ളൂ? എനിക്ക് തള്ളാൻ പറ്റൂലേ? റിപ്പോർട്ടറിന് മാത്രം തള്ളാൻ പറ്റുള്ളൂ? ചുമ്മാ പറയാലോ. അതായത് അവര് ചുമ്മാ പറയുന്ന പോലെ ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ചുമ്മാ കള്ള ഇരുന്ന് പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് എന്തിനും ഒരു ദുരൂഹത കണ്ടെത്താൻ താല്പര്യമാണ്. പാവപ്പെട്ട നമ്മുടെ ബാലഭാസ്കർ മരിച്ചപ്പോ ബാലഭാസ്കറും കുഞ്ഞു മോളും മരിച്ച ഒരമ്മ, അവർക്ക് ഒരുപാട് ദുരൂഹത, കോൺസ്പിറസി, ഇതിന്റെ പിന്നിൽ ഇന്ത്യയുടെ ഗോൾഡ് മാഫിയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കഥ ഇറക്കി. ഇവന്മാര് ഈ കഥ വിറ്റ് ജീവിക്കുന്നവരാണ്. അത് കള്ളത്തരങ്ങളാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ബാലേന്ദ്രകുമാറിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. നിങ്ങൾ ഭൂമിയിൽ ചെയ്ത കള്ളത്തരങ്ങൾക്കും തെറ്റുകൾക്കും നിങ്ങൾക്ക് ദൈവം ശിക്ഷ തരാതിരിക്കട്ടെ. ഞാൻ ഗാന്ധിയനാണ്, അതുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കണം. റിപ്പോർട്ടർ ഇനിയെങ്കിലും ഈ തെറ്റ് തിരുത്തണം. ശ്രീ ആൻഡോയും ഡോക്ടർ അരുൺകുമാറും അടക്കമുള്ളവർ ഏർപ്പെടുത്തി തെറ്റ് തിരുത്തണം. ഇതൊക്കെ പച്ച കള്ളങ്ങളാണ്. ഇല്ലെങ്കിൽ മരിച്ച് 543 ദിവസത്തിന് ശേഷമാണോ ആർക്കെങ്കിലും സംശയം ഉണ്ടാകുക? ആ ചോദ്യം ചോദിക്കുക. മരിച്ച് 543 ദിവസത്തിന് ശേഷം എന്ത് സംശയമാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്നത്? ഓർക്കുക.